Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വടക്കൻ കേരളത്തിൽ പരസ്യപ്രചരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. പയ്യന്നൂരിൽ LDFന്റെ കൊട്ടിക്കലാശം നടന്നു. നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത കൊട്ടിക്കലാശമാണ് നടന്നത്. നഗരസഭ ഇടതുപക്ഷത്തിന്റെ കൊട്ടിക്കലാശം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച കൊട്ടിക്കലാശം പഴയ ബസ് സ്റ്റാൻഡ് വരെയാണ് ഉണ്ടാകുക. ആവേശോജ്വലമായ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ചരിത്രഭൂരിപക്ഷം സമ്മാനിക്കണമെന്ന് സഭയും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പഴയങ്ങാടിയിൽ കലാശക്കൊട്ടിനിടെ LDF-UDF സംഘർഷം. SIക്ക് പരിക്ക്. തളിപ്പറമ്പ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് SI AG അബ്ദുൾ റൌഫിനാണ് പരിക്കേറ്റത്. പഴയങ്ങാടി മെയിൻ റോഡിൽ നടന്ന കലാശക്കൊട്ടിനിടെ UDF-ഉം LDF-ഉം പരസ്പരം പോരടിക്കുകയായിരുന്നു. കലാശക്കൊട്ടിനിടെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള പോസ്റ്റർ UDF പ്രചരണ വാഹനത്തിൽ നിന്ന് ഉയർത്തിക്കാട്ടിയതോടെയാണ് സംഘർഷമുണ്ടായത്. ഇരുഭാഗങ്ങളിൽ നിന്നും കല്ലുകളും ചെരുപ്പും വടിയും വലിച്ചെറിഞ്ഞു. ഇത് നിയന്ത്രിക്കുന്നതിനിടെയാണ് തളിപ്പറമ്പ് ജില്ലാ പോലീസ് ആസ്ഥാനം SI AG അബ്ദുൾ റൌഫിന്റെ കൈക്ക് ഏറുകിട്ടിയത്. കൈക്ക് മുറിവേറ്റ ഇദ്ദേഹം പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കല്ലേറിൽ യാത്രക്കാർക്കും പരിക്കേറ്റിരുന്നു. പഴയങ്ങാടിയിൽ ഏറെ നേരം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന കൊട്ടിക്കലാശം സംഘർഷത്തിൽ കലാശിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് 3 മുന്നണികളിലെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. കൊട്ടിക്കലാശത്തിനായി 3 മുന്നണികൾക്കും അനുവദിച്ച സ്ഥലങ്ങളിൽ പൊതുയോഗം സംഘടിപ്പിക്കാനായിരുന്നു പോലീസും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ധാരണയായിരുന്നത്. UDF-ന് അനുവദിച്ച ക്ലോക്ക് ടവർ പരിസരത്ത് വൈകിട്ട് 5:30 പ്രവർത്തകർ കൂടി നിൽക്കുന്നിടത്തുകൂടി NDA മുന്നണി പ്രവർത്തകർ പ്രകടനവുമായി ഭാഗത്തേക്ക് വന്നത് UDF പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരുമായി തർക്കിക്കാൻ കാരണമായി. ഇതിനിടയിൽ ആദ്യം BJP പ്രവർത്തകരും അതിനു പിന്നാലെ LDF പ്രവർത്തകരും പ്രകടനമായി എത്തിയതോടെ UDF നേതാക്കളും പ്രവർത്തകരും ചോദ്യം ചെയ്തു. ഇതോടെ സംഘർഷം ഉടലെടുത്തു. LDF-UDF പ്രവർത്തകർ മുഖാമുഖം പോർവിളി തുടർന്നത് പോലീസിന് ആശങ്കയുണ്ടാക്കി. ഇതിനിടയിൽ 2 മുന്നണികളിലെയും ഓരോ പ്രവർത്തകർക്ക് പരിക്കേറ്റതായും പറയുന്നു. പിന്നീട് 2 മുന്നണി നേതാക്കളും പോലീസും ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി കലാശക്കൊട്ടിന് അനുവദിച്ച സ്ഥലങ്ങളിൽ പൊതുയോഗം നടത്തി പിരിയുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ടൗണിൽ റൂട്ട് മാർച്ച് നടത്തി.
ചന്ദേര പ്രിൻസിപ്പൽ എസ്ഐ ജിയോ സദാനന്ദൻ, എസ്ഐമാരായ ബാബുരാജ്, രമേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രശ്നങ്ങൾ ഇടപെട്ട് ശാന്തമാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരസ്യപ്രചാരണത്തിന് സമാപനമായതോടെ അങ്കത്തട്ടിൽ ആവേശകരമായ കൊട്ടിക്കലാശം. ചെറുതാഴം പഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പിലാത്രയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പരാജയപ്പെടുത്താൻ പ്രിയമുള്ളവരെ വിലയേറിയ വോട്ടവകാശം അരിവാൾ ചുറ്റിക നക്ഷത്രപടികാലത്ത് രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും നവമാധ്യമങ്ങളിൽ റീലും പാട്ടും പോസ്റ്റുമായും വികസന ചർച്ചകളും തുടങ്ങി 1 മാസം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശം. ചെറുതാഴം പഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പിലാത്രയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പിലാത്ര കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ M. ശ്രീധരൻ, MV രാജീവൻ, V. രാധാകൃഷ്ണൻ, KC തമ്പാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പല്ലിയേരിയിൽ കൊട്ടിക്കലാശത്തോടെ പ്രചരണത്തിന് സമാപനമായി. ആബാലവൃദ്ധം ജനങ്ങളാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതും നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പെരുമ്പയിലേക്കാണ് റൂട്ട് മാർച്ച് നടത്തിയത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പയ്യന്നൂർ ടൗണിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് പെരുമ്പയിലേക്കാണ് റൂട്ട് മാർച്ച് നടത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സുരക്ഷയൊരുക്കുന്നതിനോടനുബന്ധിച്ചാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 36-ാം വാർഡ് കാരയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന C. വൈശാഖിന്റെ അവസാനഘട്ട പ്രചരണാർത്ഥം കൊട്ടിക്കലാശം നടന്നു. കാര പാലത്തിൽ നിന്നുമാണ് കൊട്ടിക്കലാശം ആരംഭിച്ചത്. മനുഷ്യമോചനത്തിന്റെ ഏത് പോരാട്ടങ്ങളും ആരംഭിക്കുന്നത് ചില മനുഷ്യരുടെ ത്യാഗങ്ങളിൽ നാം നിശബ്ദനായി നിൽക്കാൻ ഞങ്ങൾക്കുള്ള അവകാശമെന്ന ചോദ്യത്തിന് മുന്നിൽ തലമുനിക്കാതെ മറുപടി പറയാൻ ഒരുവൻ ഈ നാടിന് വേണ്ടി പോരാട്ടം നയിക്കുക. പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായവൻ നേരിന്റെ പാതയിൽ നാളെയുടെ പ്രതീക്ഷയായി നാം അറിയുന്ന നമ്മെ അറിയുന്ന സാധാരണക്കാരന്റെ ആശയവും അഭിലാഷവുമായ വൈശാഖിന് ഉടനടിയായ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ LDFന്റെ കൊട്ടിക്കലാശ പരിപാടി ജനശ്രദ്ധയാകർഷിച്ചു. മാത്തിൽ ടൗണിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെളിഞ്ഞു കാണാൻ കഴിയും. സംസ്ഥാന സർക്കാരിനോടൊപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ കൂടിയായപ്പോൾ സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലായത്. പ്രിയമുള്ളവരെ, ഡിസംബർ 11 തദ്ദേശ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ പ്രചരണ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് LDFന്റെ കൊട്ടിക്കലാശം നടന്നു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ചായിരുന്നു കൊട്ടിക്കലാശം. മാത്തിൽ ടൗണിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. LDF പെരിങ്ങോം ഏരിയ സെക്രട്ടറി P. ശശിധരൻ, K. പങ്കജാക്ഷൻ, P. അജിത്ത്, VV ഭാസ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പയ്യന്നൂർ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITVന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ റാലി സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി P. സന്തോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പയ്യന്നൂർ നഗരസഭ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം
പയ്യന്നൂർ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ റാലി സംഘടിപ്പിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി CPIM ഏരിയ സെക്രട്ടറി P. സന്തോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരികയാണ്. തൊഴിൽ മേഖലയിലുള്ള വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം മുന്നോട്ട് വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കുന്നതിനു വേണ്ടി നിരവധി ദിവസങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ മഹാഭൂരിപക്ഷം. PV കുഞ്ഞപ്പൻ, KK ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം അറത്തിൽ വയലിൽ 3-ാം വാർഡിന്റെ നേതൃത്വത്തിൽ കർഷകർ ആവേശകരമായ പ്രചരണ പരിപാടി നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം അറത്തിൽ വയലിൽ 3-ാം വാർഡിന്റെ നേതൃത്വത്തിൽ കർഷകർ ആവേശകരമായ പ്രചരണ പരിപാടി നടത്തി. LDF ചെറുതാഴം പഞ്ചായത്തിൽ എല്ലാ വാർഡിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഘോഷിച്ച 19 വാർഡുകളിലും ആവേശകരമായി കൊട്ടിക്കലാശമാണ് നടത്തിയത്. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി M. ശ്രീധരൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി MV രാജീവൻ, കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം KC തമ്പാൻ മാസ്റ്റർ, വില്ലേജ് സെക്രട്ടറി U. ഭരതൻ, പ്രസിഡന്റ് PV രമേശൻ, ട്രഷറർ M. ഷൈജു, KV മനോഹരൻ എന്നിവർ അറത്തിൽ വയലിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചേരും. ഇവിടെ നടക്കുന്ന മത്സരം ഏറെ നിർണായകമാണ്. ഈ വാർഡ് SC വനിതാ സംവരണ വിഭാഗത്തിലാണ് വരുന്നത്. ഇക്കുറി മാടായിയിൽ SC വനിതകൾ മത്സരിക്കുന്ന ഏക വാർഡ് 15-ാം വാർഡ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയ ഒരു പോരാട്ടമാണ് ഇവിടെ അരങ്ങേറുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി B. സത്യഭാമയാണ് എത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ എടുത്തു പറഞ്ഞാണ് UDF വോട്ട് തേടുന്നത്. മുസ്ലിം ലീഗിന്റെ ഏണി ചിഹ്നം ഉയർത്തിയാണ് സത്യഭാമ ജനപിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്. UDF ക്യാമ്പിൽ വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. 3 പ്രാവശ്യമായിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഉണ്ടാവുക എന്നൊരു നല്ലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതുവരെ മാടായി പഞ്ചായത്തിൽ നല്ല ഒരു വികസനം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ തുടർച്ചയായിട്ട് എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാകും. നല്ല മുന്നേറ്റം തന്നെയാണ്. കാരണം UDFന്റെ പ്രവർത്തനം വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. എല്ലാ വാർഡുകളിലും നല്ല ശാസ്ത്രീയമായ പ്രവർത്തനം എല്ലാ മെമ്പറും എല്ലാ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പ്രവർത്തകരും വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. 15-ാം വാർഡിലാണ് അവർ മത്സരിക്കുന്നത്. അവിടെയും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. മറുവശത്ത് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് M. ധന്യയാണ്. ആപ്പിൾ ചിഹ്നത്തിലാണ് ധന്യ ജനവിധി തേടുന്നത്. പഞ്ചായത്ത് വികസനം വർഷങ്ങളായി തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഇതിന് ഒരു മാറ്റം ആവശ്യമാണെന്നും ധന്യ പറയുന്നു. ഞാൻ 15-ാം വാർഡിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ്. അപ്പം എൻ്റെ ചിഹ്നം വരുന്നത് ആപ്പിളാണ്. ഇതിപ്പം എൻ്റെ 3-ാമത്തെ ഘട്ടമാണ്. എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും എന്താ പറയുക, തെരുവിളക്ക് പോലും ശരിക്കും കത്തുന്നില്ല. പിന്നെ തോടുകളും വെള്ളം നിറഞ്ഞിട്ട് എന്താ പറയണ്ട, അത് പോകാനുള്ള ഒരു വഴി പോലും ഇല്ല. അപ്പോൾ ഡ്രൈനേജോട് കൂടിയ ഒരു റോഡ് സംവിധാനമാണ് നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത്. അത് ഞാൻ നേരിട്ട് തന്നെ കണ്ടതാണ്. ഒത്തിരി പേരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മാറ്റം നമുക്ക് വേണം. മാറ്റത്തിനുള്ള ഒരു വോട്ടാണ് നമ്മുടെ വോട്ട്. ചിഹ്നം വരുന്നത് ആപ്പിളാണ്. വർഷങ്ങളായി UDF ഭരിച്ചു വരുന്ന പഞ്ചായത്താണ് മാടായി. ഇക്കുറിയും ഭരണം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. അതേസമയം മാടായിയിൽ അട്ടിമറി വിജയം സ്വന്തമാക്കാനാകുമെന്ന് LDF പക്ഷവും പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കരിവെള്ളൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി AV ലേജു കൊഴിമലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ ആവേശത്തോടെ സ്വീകരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കരിവെള്ളൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി AV ലേജു കരിവെള്ളൂർ കൊഴിമലിൽ 7ാം വാർഡിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ പ്രചാരണം നടത്തിയത്. തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ സ്നേഹനിർഭരമായി സ്വീകരിച്ചു. KP ഭാസ്കരൻ, K രാജീവൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണുള്ളതെന്ന് AV ലേജു പറഞ്ഞു. നമ്മളെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഇനി 2 ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. അപ്പോൾ പ്രചരണം വളരെ നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് LDF സർക്കാർ തന്നെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് അവരുടെ സാധാരണക്കാർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കം താല്പര്യം. ഇപ്പം പല സ്ഥലങ്ങളിലായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ മുന്നോട്ട് വരുന്നത് നമ്മുടെ സർക്കാർ തന്നെ തുടർച്ചയായി വരണം, 3ാമതും വരണം എന്നുള്ളതാണ് സാധാരണക്കാർ ആവശ്യപ്പെടുന്നത്. ഏതായാലും നല്ല ഒരു പോസിറ്റീവായ ഒരു മുന്നേറ്റം തന്നെയാണ് എല്ലാ ഭാഗത്തുനിന്നും. ചെറുപുഴ തൊട്ട് കരിവെള്ളൂർ വരെ നിരവധി സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും സന്ദർശിച്ച സമയത്ത് അനുഭവപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ LDF സർക്കാർ തന്നെ തുടർച്ചയായി വരണം എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേറിട്ട മാതൃകയുമായി കരിവെള്ളൂർ കാട്ടച്ചേരിയിൽ പൂക്കൾ കൊണ്ട് കൂറ്റൻ അരിവാൾ ചുറ്റിക നക്ഷത്രം പ്രചാരണ ശില്പം നിർമ്മിച്ചു. LDF സ്ഥാനാർത്ഥി വരുൺ ചന്ദ്രന്റെ പ്രചരണാർത്ഥമാണ് ശില്പം നിർമ്മിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേറിട്ട മാതൃകയുമായി കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കട്ടച്ചേരിയിൽ പൂക്കൾ കൊണ്ട് കൂറ്റൻ അരിവാൾ ചുറ്റിക നക്ഷത്രം പ്രചാരണ ശില്പം നിർമ്മിച്ചു. 12ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി വരുൺ ചന്ദ്രന്റെ പ്രചരണാർത്ഥമാണ് ശില്പം നിർമ്മിച്ചത്. അരളി, വാടാർമല്ലി, ചെണ്ടുമല്ലി എന്നീ പൂക്കൾ കൊണ്ട് തികച്ചും പ്രകൃതി സൗഹൃദമായി 10 സ്ക്വയർ മീറ്റർ ചുറ്റളവിലാണ് നിർമ്മാണം. 70 കിലോ പൂക്കളാണ് ശില്പനിർമ്മാണത്തിന് ഉപയോഗിച്ചത്. PP ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ശ്രീജ P, ധന്യ P, ചന്ദ്രൻ, ലളിത K, ശ്യാമള P, ഷാജു P, ധനുഷ് P, പ്രദീപ് P തുടങ്ങിയവരാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായും കരിവെള്ളൂർ പഞ്ചായത്തിലെ 16 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കരിവെള്ളൂരിൻ്റെ ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കരിവെള്ളൂരിലെ 16 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം തന്നെ നേടും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2026-ൽ 3ാമതും ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പിൻബലമായിട്ട് മാറുമെന്ന കാര്യം തർക്കമില്ല. ഓണക്കുന്നിലെ ചുമട്ടുതൊഴിലാളികളും പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കത്തോലിക്ക സഭ 2025 അന്താരാഷ്ട്ര ജൂബിലി വർഷ ആഘോഷ സമാപന ഭാഗമായി കണ്ണൂർ രൂപതയിലെ വിവിധ ഫെറോനകളിലൂടെയുള്ള ജൂബിലി കുരിശ് പ്രയാണം 6 ഫെറോനകളിലും അവസാന ഘട്ടത്തിൽ. കാഞ്ഞങ്ങാട് നോർത്ത് ഫെറോനയിൽ 2 മാസമായി നടന്നുവരുന്ന ജൂബിലി കുരിശ് പ്രയാണത്തെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ വൈദികനും സന്യസ്തരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. ജൂബിലി കുരിശ് വിവിധ ഇടവക പള്ളികളിൽ ഒരാഴ്ച വീതമാണ് കുരിശിന്റെ സന്നിധിയിൽ ആരാധനക്കും പ്രാർത്ഥനക്കുമായി എത്തിക്കുന്നത്. കാഞ്ഞങ്ങാട് നോർത്ത് ഫൊറോനയിലെ 12 ഇടവകകളിലും ഇതിനകം പര്യടനം പൂർത്തീകരിച്ചു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിലേക്ക് പയ്യന്നൂർ കേളോത്ത് പള്ളിയിൽ നിന്നാണ് കുരിശെത്തിയത്. ഇടവക വികാരി ഫാദർ മാത്യു തൈക്കലിന്റെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് പള്ളിയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ഥാപിച്ചു. മറ്റൊരു ആഗമനകാലത്തിൻ്റെയും ഇരുവപ്പിറവി ആഘോഷത്തിൻ്റെയും ദിനങ്ങൾ ഇതിനെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുന്നു. 2024 ഡിസംബർ 24 ആരംഭിച്ച് 2026 ജനുവരി 6 സമാപിക്കുന്ന ഈ മഹാജൂബിലിയുടെ ആഘോഷം നമ്മുടെ ഇടവകളിൽ പല രീതികളിൽ വിശേഷിച്ച് വിശുദ്ധ കുരിശിൻ്റെ പ്രയാണത്തിലൂടെയും വിവിധ നവീകരണ പരിപാടികളിലൂടെയും കടന്നു വരികയാണല്ലോ. 2014 ജനുവരി 6-ാം തീയതി സ്വർഗസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ദൈവദാസ സുക്കോളച്ചന്റെ ദിനവും ഈ ജൂബിലി വർഷ സമാപനവും ദൈവപരിപാലനയാൽ ഒരേ ദിവസമാണ്. യൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായി പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും നടന്നുവരികയാണ്.
ഡിസംബർ 14 ഞായറാഴ്ചയോടെ ഇടവകയിൽ പൂർത്തീകരിച്ച് പുഞ്ചക്കാട് സെന്റ് ജോസഫ് ഇടവക പള്ളിയിലെത്തിക്കും. തുടർന്ന് ഏഴിമല പള്ളിയിലെ പ്രയാണത്തിന് ശേഷം മലബാറിന്റെ മഹാമിഷണറി ദൈവദാസൻ ഫാദർ എൽ.എം. സുക്കോളിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പരിയാരം മരിയപുരം പള്ളിയിൽ 2026 ജനുവരി 6 എത്തിക്കും. വിപുലമായ കർമ്മങ്ങളോടെയാണ് സമാപിക്കുക. കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, കണ്ണൂർ രൂപത സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി, ഈശോ സഭ കേരള പ്രൊവിൻഷ്യൽ ഫാദർ ഹെൻറി പട്ടർമഠത്തിൽ എന്നിവർ ഉൾപ്പെടെ കർമ്മങ്ങളിൽ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നെൽകൃഷിയിൽ പുതിയ പരീക്ഷണവുമായി കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. കോട്ടൂർ പാടശേഖരത്ത് ബസുമതി നെൽകൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത്. നെൽകൃഷിയിൽ പുതിയ പരീക്ഷണവുമായി കരിവെള്ളൂർ AVS GHSS NSS വളണ്ടിയർമാർ. കോട്ടൂർ പാടശേഖരത്ത് ബസുമതി നെൽകൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ പരിചിതമല്ലാത്ത ഒന്നാണ് ബസുമതി. ബസുമതി അരിക്ക് വിപണിയിൽ ഉയർന്ന വിലയാണുള്ളത്. ഇത് വിജയമാവുകയാണെങ്കിൽ കർഷകർക്ക് വലിയ ഗുണമാകുമെന്ന കാര്യം തീർച്ചയാണ്. നടിയിൽ ഉദ്ഘാടനം പ്രിൻസിപ്പൽ M. രഞ്ജിത്ത് നിർവഹിച്ചു. കാർഷിക മേഖലയെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് NSS ഇത്തരമൊരു പരിപാടി ആവിഷ്കരിച്ചത്. നമ്മളിവിടെ നടുന്നത് ബസുമതി നെൽവിത്താണ്. സാധാരണ നമ്മുടെ പ്രദേശത്ത് കൃഷി ചെയ്യാത്തൊരു വിത്താണ്. അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നെൽകൃഷിയിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ മേഖലയിൽ വരുമാനം വളരെ കുറവാണ്. അപ്പോൾ കമ്പോളത്തിന് ആവശ്യമായ വില കൂടിയ വിത്തിനങ്ങൾ കൃഷി ചെയ്താൽ ഇത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണം കൂടിയാണ് നമ്മൾ നടത്തുന്നത്. നോർത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ബസുമതി ഇനമാണ് നമ്മളുടെ കൃഷി ചെയ്യുന്നത്. ഇത് വിജയിക്കുകയാണെങ്കിൽ മറ്റ് കർഷകർ ഇത് പിന്തുടരുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ ഒരു ഉണർവുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് നമ്മളിത് നടത്തുന്നത്. പ്രോഗ്രാം ഓഫീസർ EP അജയകുമാർ കാര്യങ്ങൾ വിശദീകരിച്ചു. പ്രഥമാധ്യാപകൻ M. ലക്ഷ്മണൻ മാസ്റ്റർ, NP സുരേശൻ, JSSK, ഗിരിജ KV, പ്രിയ KV, ദിൽന രാധാകൃഷ്ണൻ, ശിവരാജ് P തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓർമ്മയാവുകയാണ് മരോട്ടിയും മരോട്ടിക്കായും. ഒരു കാലത്ത് മലയാളിയുടെ മനസ്സിൽ സവിശേഷമായ സ്ഥാനമുണ്ടായിരുന്ന മരോട്ടിക്കായ ഇന്ന് കാണാമറയത്താണ്. മരോട്ടി മരവും മരോട്ടിക്കായയും പുതിയ തലമുറയ്ക്ക് അന്യമായ ഒന്നാണ്. എന്നാൽ പഴയ തലമുറയ്ക്ക് അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ. അവരുടെ ജീവിതത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ടായിരുന്ന ഒന്നാണ് മരോട്ടിക്കായ. വീടുകളിൽ വെളിച്ചം പകർന്നിരുന്നത് മരോട്ടിക്കായയായിരുന്നു. ക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്കും കാർത്തിക വിളക്കിനും വിളക്ക് തെളിയിക്കാൻ ഉപയോഗിച്ചിരുന്നതും മരോട്ടിക്കായയായിരുന്നു. ആദ്യം കായ രണ്ടായി മുറിച്ച് ഉള്ളിലെ പരിപ്പെടുത്തു കളയുന്നു. പിന്നീട് തോട് മാത്രം എടുത്ത് എണ്ണ നിറച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു. മരോട്ടിക്കായ ആട്ടിയെടുത്ത എണ്ണയ്ക്ക് ഔഷധ ഗുണമുള്ളതായും പറയപ്പെടുന്നു. കേശവൻ വൈദ്യരുടെ കാലത്ത് ചന്ദ്രിക സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് മരോട്ടി എണ്ണയാണെന്ന് അക്കാലങ്ങളിലെ സോപ്പിന്റെ കവറിൽ അടയാളപ്പെടുത്തിയിരുന്നു. മരോട്ടിക്കായ ആട്ടിക്കിട്ടുന്ന പിണ്ണാക്ക് തെങ്ങിനും മറ്റും വളമായി ഉപയോഗിച്ചിരുന്നു. കൺമഷി ഉണ്ടാക്കുവാനും മരോട്ടിക്കായയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഗന്ധമുണ്ടെങ്കിൽ ഉറുമ്പും കൊതുകുമൊന്നും വരില്ലെന്ന് പറയപ്പെടുന്നു. വിറകിന് ക്ഷാമമുണ്ടായിരുന്ന കാലത്ത് മരോട്ടിക്കായയുടെ തൊണ്ട് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ഉള്ളിലെ പരിപ്പ് വിഷമുള്ളതാണ്. ഇങ്ങനെ പോകുന്നു ഒരു കാലത്ത് മലയാളിയുടെ ചുറ്റും കറങ്ങിയിരുന്ന മരോട്ടിക്കായയുടെ വിശേഷങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.